ഗായ്സ്, ഗുഡ് മോർണിംഗ്. സുഹൃത്തുക്കളെ, കിടപ്പിലായി. ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം. നടു ഒന്ന് ചെറുതായിട്ടൊന്ന് എന്തോ ഇങ്ങനെയാണോ അതിപ്പോൾ എങ്ങനെയാണോ നിൽക്കണത് വളഞ്ഞു എന്താണെന്ന് അറിഞ്ഞുകൂടാ. 2 ദിവസം കിടപ്പിലായി. എണീച്ച് നിൽക്കാനും ഇരിക്കാനൊന്നും വയ്യായിരുന്നു. എൻ്റെ ഉയിര് പോയി. സംഭവം ഞാൻ പെട്ട്. നടുവെന്നൊക്കെ പറയുമല്ലോ, നേരെ നിൽക്കാൻ പറ്റില്ല. അയ്യോ, ഡാൻസ് കണ്ടന്റ് എടുക്കാൻ ഇറങ്ങിയില്ല 2 ദിവസമായിട്ട്. ഇതേ കിടപ്പാണ്. എല്ലാം ഇതിനെ എണീക്കും, പോകും, പല്ലൊക്കെ തേക്കും, കഴിക്കും, വീണ്ടും വന്ന് കിടക്കും, റെസ്റ്റിലാണ്. അയ്യോ, നടുവേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റ് ഇട്ടേക്കാണ്. ഇനി പയ്യെ എണീറ്റ് പോയി പല്ലൊക്കെ തേച്ച് ഫുഡ് കഴിക്കാം. എണീക്കാൻ ഭയങ്കര പാടാണ്. പയ്യ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചെറിയ വീണം. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് തന്നെ എണീക്കാൻ ശ്രമിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഞാൻ കാണിച്ചു തരാം നോക്കുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തേക്ക് അവസ്ഥ. എനിക്ക് നിൽക്കാനും ഇരിക്കാനൊന്നും പറ്റില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പൈസ പല്ലൊക്കെ തേച്ച് ഗുളി കഴിക്കാറായി. ഗുളിക സമയത്തിന് കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അതാണ് ഞാൻ ഫുഡൊന്നും സമയത്തിന് കഴിക്കാത്തതാണ്. ഗുളിക എന്നേക്കുന്നുണ്ട് സമയത്തിന് ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പല്ലൊക്കെ തേച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം ഗുളിക കഴിക്കാം. അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ അമ്മ ഇതെന്തോന്ന് മാവമ്മ? ചോളം മാവും പുട്ടും പഴവും. ചോളമഴം കാറ്റടിക്കണം, ജാതിമരം പൂത്തറിയണം, മുഴക. മാവാണ് ഈ മാവ്. അതും പപ്പടവും പഴവും കൂടെ ചേർത്ത് നല്ല സ്വാദിഷ്ടമായ വീട്ടിലെ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തെങ്കിലും ഒന്ന് എത്തി നോക്കണത്. ഒരു പഴം കൊടുത്തൊരിച്ചിട്ടാണ് അങ്ങനെ വല്ലാതെ ഇതിനാണ് ഇരുന്ന് തിന്നണത്. ഭയങ്കര നല്ലതായിരുന്നു. അത് ഞാനുണ്ട്. ഇനിയിപ്പോൾ അത് കഴിച്ചിട്ടാണെങ്കിൽ ഒരു 3-4 ഐറ്റം ഗുളികയുണ്ട്. അപ്പം ഇനി ഗുളിക കഴിച്ചിട്ട് വേണം ഇനി പഴം തൊലിച്ചിട്ട് വീണ്ടും പഴം ഇങ്ങനെ കുഴച്ച് പപ്പടവും കുഴച്ച് ഇങ്ങനെ സെറ്റാക്കിയിട്ട് നേരെ ഒരു ഗായ്സ്, അപ്പം ഇത്രയും ഗുളികയാണ് നമുക്ക് കഴിക്കാനുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം എന്തോ രാവിലെ എന്തുകൊണ്ടത് ബിഫോർ ഫുഡ് സൺറൈസ്, അത് മറ്റേ വൈറ്റമിൻ ഗുളികയാണ്. അപ്പോൾ അത് വേണ്ട. ബാക്കി ഇത്രയുണ്ട് ഇതിൽ. ഇത് കാൽവിയർ, ഇത് എന്തോ ഒരു ഗുളിക. ഇത് രാത്രി മാത്രമേ ഉള്ളൂ, അപ്പോൾ അതും വേണ്ട. ഇത് ആഫ്റ്റർ ഫുഡ്, അപ്പോൾ ആഹാരം കഴിച്ചതിന് ശേഷമുള്ളത്. ഇതുണ്ട്. എല്ലാം മാട്ട് ഗുളികകൾ. നോക്കണം. അതൊക്കെ ഈ ചെറിയ തൊണ്ടയിൽ കൂടെ എങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്? ചെറിയ തൊണ്ടയിൽ കൂടെ ഈ ഗുളിയൊക്കെ എങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്? സൈസ് അനുസരിച്ചാണ് നമ്മൾ ഗുളിക സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് ട്രയാക്റ്റിൻ. അത് വേദനയ്ക്കുള്ള ഗുളികയാണ്. ഇത് വേദനയ്ക്കുള്ള ഗുളികയാണ്. അപ്പം വേദനയുടെ ഗുളിക അതും അതുപോലെ തന്നെ. എന്താ കറക്റ്റ് സൈസ് 3-4 എന്താ ഉള്ളതെന്ന് തോന്നാം രാവിലെ. എടുത്തതൊക്കെ കുട്ടയ്ക്കകത്ത് പോകും. ഇതെടുത്തല്ലോ, ഇതെടുത്ത്. ഇത് ബിഫോർ ഫുഡാണ്. ഇത് രാവിലെ ഞാൻ കഴിച്ച്. പിന്നെ കാരൻസ് ഇതുണ്ട് രാവിലെ. കഴിച്ചപ്പോൾ രാവിലെ 3 ഗുളികയാണ് കഴിക്കാനുള്ളത്. അപ്പോൾ ഇത് 3 എണ്ണം. അപ്പോൾ ഇത് 3 എണ്ണം എടുക്കുന്നു. ഒന്നിച്ച് വായിടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒന്നിച്ചല്ലേ ഇടുന്നത്. ഓരോന്ന് വെച്ചാണ് എടുത്തുന്നു. അത് തോന്നുന്നു. ഐസ് ഗുളിക കഴിച്ചു. അയ്യോ,
ഇനി കുറച്ച് മൂവ് എടുത്തിടണം, ബാൻഡേജ് ആണ്, അതൊക്കെ ഒന്ന് ഇട്ടേ കഴിച്ചു. അങ്ങനെ ഗുളിയെല്ലാം കഴിച്ച് ഇനി മരുന്ന് അടിക്കണം. മൂവ് അടിക്കണം. അടിച്ചിട്ട് വേറെ എന്ത് വന്നാലും നമുക്ക് സഹിക്കാം. നടുവേദന വന്ന് കഴിഞ്ഞ അയ്യാ ഡാമേജ്. ഇതാണ് നമ്മൾ ഇടുന്ന ബെൽറ്റ്. ബെൽറ്റ് ഇട്ടിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യും. നല്ല ടൈറ്റ് ആയിരിക്കണം. ഇനി നേരെ കിടക്കണം. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോൾ അമ്മ ഒന്ന് വിളിക്കും. നേരെ നോക്കാം. വൈകിട്ടായി, അപ്പം 5 മണിയായി. അപ്പോൾ 5 മണിക്ക് ഒരു ഡോക്ടറിനെ കാണാൻ പോകണം. നമ്മൾ ഫിസിയോ ഒക്കെ ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ പ്രാവച്ചമ്പലത്താണ്. ചേട്ടനെ വിളിച്ച് അപ്പോൾ 5 മണിയാകുമ്പോൾ അങ്ങോട്ട് 5:30 ആകുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ റെഡിയായി. അപ്പോൾ ഇനി നേരെ ചേച്ചിയുടെ അവിടെ പോയിട്ട് ചേച്ചിയും വിളിച്ചിട്ട് പോകണം. പിന്നെ അൻസാർ എന്നൊരു പയ്യൻ, നമ്മളെ ട്രെയിനർ, നമ്മൾ ജിമ്മ് വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ട്രെയിനറും ഉണ്ട്. അപ്പോൾ അവനെയും കൊണ്ട് അവനെയും പിക്ക് ചെയ്തിട്ട് ഇനി നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. ഒന്നും സംസാരിക്കുന്നൊന്നും പറഞ്ഞില്ല, വേദന ഉള്ളതുകൊണ്ട്. നമുക്കിനി പോണ വഴി കാണാം. ഹോസ്പിറ്റലിലെല്ലാം പോയിട്ട് വന്നു. ഹോസ്പിറ്റലിലെല്ലാം ഫിസിയോതെറാപ്പിയാണ് പ്രാവച്ചമ്പലത്തുള്ളൊരു ചാനൽ ക്ലിനിക്കിലാണ്. അപ്പോൾ പോയി കാണിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചേട്ടായി കിഴിയൊക്കെ വെച്ച് വീട്ടിലെടുക്കാൻ പറ്റിയില്ല ആൾക്കാണ്. പല സമയത്തില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഷോട്ടിനെ എടുത്ത് കിഴിയൊക്കെ വെച്ച് നീരൊക്കെ ഒന്ന് സെറ്റാക്കി തടവി. അപ്പം ബാക്കിന് വേറെ പ്രശ്നം കുഴപ്പമൊന്നുമില്ല. നടുവിന് നമ്മൾ വിചാരിക്കുമ്പോൾ മറ്റേ പൊട്ടൽ അങ്ങനത്തെ ഉള്ളതല്ല സംഭവം. ഈ നടുക്ക് ആ ജോയിൻ്റുണ്ടല്ലോ, ജോയിൻറ്റിൽ നീരിറങ്ങി ബാക്കി വേരിലെല്ലാം, അതായത് ബാക്കി നെർവ്സിലെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ നീരിറങ്ങി. അതാണ് പെട്ടെന്ന് കുനിയാനും എടുക്കാനൊക്കെ ഇങ്ങനെ തിരിയാനൊക്കെ ഭയങ്കര ഇത് വേദന വരുന്നത്. അപ്പം ചേട്ടൻ പറഞ്ഞു ഒരാഴ്ച കൂടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് എന്നിട്ട് വീട്ടിൽ ചെന്ന് ചൂട് പിടിക്കണമെന്ന് പറഞ്ഞാൽ അതിന് വീട്ടിൽ വന്നിട്ടായി ചൂട് പിടിച്ച് ഒരു പ്രാവശ്യം പിടിച്ച് ഇനി പിടിക്കണം. അങ്ങനെ ഒരാഴ്ചയും കൂടെ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് പോകാൻ പറഞ്ഞ് കിടന്ന് ചാടാൻ പറയാനൊന്നും വേണ്ട. അഥവാ ഇനി അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മറ്റേ ബെൽറ്റ് യൂസ് ചെയ്തോളാൻ പറഞ്ഞ്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം കുറച്ച് ഭേദമുണ്ട്, ഗുളിയെല്ലാം കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ഭേദമുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇത് നിങ്ങൾക്ക് പറയണമെന്ന് തോന്നി. വീട്ടിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതാണ് നിങ്ങൾക്ക് തോന്നി ഇങ്ങനെ സംസാരിക്കണം. സത്യം പറഞ്ഞാൽ ബോർ, വീട്ടിനകത്തിരിക്കാനാണ് ബോർ. എങ്ങനെയാണ് എവിടെയെങ്കിലും ഇറങ്ങി കണ്ടന്റ് എടുക്കാതെ പറ്റൂല, ബോറ്. അപ്പം വയ്യ, അങ്ങനെ ഇരിക്കുക. ഇതാണ് എൻ്റെ അനിയൻ. ഒരു ഹായ് പറടാ, ബ്ലോഗേഴ്സിന് ഒരു ഹായ് പറ. ഹായ്. നിന്റെ പേര് പറഞ്ഞത്? നീ എന്ത് ചെയ്യണത്? എൻ്റെ കാസിം വലിയമ്മയുടെ വീഡിയോ എടുത്തോണ്ടി പറ, എന്തെങ്കിലും പറയണോ നിനക്ക്? അപ്പം ഇങ്ങനെ ബോർ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ എന്തായാലും വീട്ടിൽ ഇരിക്കുന്ന ചെറുതായിട്ട് പറ്റണം, എന്തെങ്കിലും കണ്ടന്റ് ഇങ്ങനെ എടുത്താലോ, നോൺ വോയിസ് കണ്ടന്റ് എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടെങ്കിൽ എന്തായാലും എണീറ്റ് നടക്കാൻ പറ്റില്ല. ഞാൻ നടക്കാം, ഓടാനും ചാടാനൊന്നും പറ്റില്ല. അപ്പം കണ്ടന്റ് എന്തെങ്കിലും എടുത്താലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, ഇതുപോലെ ഇരിക്കും. അപ്പം അത്രേ ഉള്ളൂ. ഇനി റെസ്റ്റ് ചെയ്തെടുക്കണം. ഒരാഴ്ച കൂടെ റെസ്റ്റ് ചെയ്ത് ഞാൻ ഇറങ്ങും. ഒരാഴ്ച കൂടെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങും, അല്ലേ മാ? ഒരാഴ്ച കൂടെ കഴിഞ്ഞ് വീട്ടിൽ ഞാൻ കളരിയിൽ ഇറങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്താഴ്ചോട്ട് എന്തായാലും ഇറങ്ങണം. ഇപ്പം ചിങ്ങം തുടങ്ങാറായി. ചിങ്ങത്തിലാണല്ലോ മീനത്തിൽ താലികെട്ട്, അല്ലേ? ഇവിടെ അല്ലേ? ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇറങ്ങണം. എല്ലാവരും രാവിലെ പണിയിലാണ്. അച്ഛൻ സ്റ്റൂളും കൊണ്ട് പോണ്, അമ്മ പല്ലേച്ചതോ ജോലി, അടുപ്പത്ത് ചോറ് വയ്ക്കണം. അപ്പം ഇനി എനിക്ക് ആരെങ്കിലും ഇവിടെ തിരിച്ചറിയ ജോലി വല്ലതും ഉണ്ടെങ്കിൽ ഇത്തിരി കണ്ടുപിടിച്ചു എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അവൻ എന്ത് ജോലിയായാലും അവൻ ചെയ്യും. ഇത്രേ ഉള്ളൂ, നടുവേദനയുടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പം ഇനി ഒരാഴ്ച കഴിഞ്ഞേ ഞാൻ കാണുള്ളൂ. ഓക്കെ, ബൈ.